ഒരു പോലീസ് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്യാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് എത്തുകയുണ്ടായി. എന്തായിരിക്കാം ആ പോലീസ് സ്റ്റേഷന്റെ പ്രത്യേകത? നോക്കാം നമുക്ക് ഇന്നത്തെ കാഴ്ചയിൽ. നമസ്കാരം. ഇന്നത്തെ കാഴ്ചയിൽ ഏഷ്യയിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷനെ കുറിച്ചാണ് പ്രേക്ഷകരോട് പങ്കിടുന്നത്. 1973 ഒക്ടോബർ 27 ഏഷ്യയിലെ തന്നെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ കേരളത്തിലെ കോഴിക്കോടാണ് സ്ഥാപിതമായത്. അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിജിയാണ് ഈ പോലീസ് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്തത്. ഏഷ്യയിലെ തന്നെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ ആയതുകൊണ്ടാണ് പ്രധാനമന്ത്രി നേരിട്ട് തന്നെ വന്ന് ഉദ്ഘാടനം ചെയ്തതെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അന്നത്തെ ആദ്യ വനിതാ എസ് ഐ ആയ എം പത്മിനി അമ്മയ്ക്ക് ഉദ്ഘാടന രജിസ്റ്ററിൽ ഒപ്പിടാൻ പേന കൈമാറിയതും പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിജി ആയിരുന്നു. ഹെഡ് കോൺസ്റ്റബിൾ കുട്ടിയമ്മ ഉൾപ്പെടെ 15 വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ അന്ന് സന്നിഹിതരായിരുന്നു. ആദ്യത്തെ കേസും അന്ന് തന്നെയായിരുന്നു. പ്രധാനമന്ത്രിയുടെ ഉദ്ഘാടന വേളയിൽ തിക്കിലും തിരക്കിലും പെട്ട് കാണാതായ കുട്ടിയെ കണ്ടെത്തി മാതാപിതാക്കളെ ഏൽപ്പിച്ചതായിരുന്നു ആദ്യത്തെ കേസ്. 2023 ഒക്ടോബർ 26 ഈ വനിതാ പോലീസ് സ്റ്റേഷന്റെ 50ാം വാർഷികം ആഘോഷിക്കുകയുണ്ടായി. അന്ന് ആ ചടങ്ങിൽ പങ്കെടുത്ത അന്നത്തെ കുടുംബ കോടതി ജഡ്ജായ ബഹുമാനായ RL ബൈജുവിന്റെ പ്രസംഗം സദസ്സിനെ ഏറെ കോരിത്തെരിപ്പിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം ഈ വനിതാ പോലീസ് സ്റ്റേഷന്റെ ഉദ്ഘാടന സമയത്തുണ്ടായിരുന്നുവെന്നും അന്ന് ഉദ്ഘാടന വേളയിൽ തിക്കിലും തിരക്കിലും പെട്ട് ഒരു കുട്ടി മിസ്സായതും ആ കുട്ടിയെ കണ്ടെത്തി തിരിച്ച് മാതാപിതാക്കളെ ഏൽപ്പിച്ച കഥയൊക്കെ, ആ സംഭവമൊക്കെ അദ്ദേഹം ഈ പ്രസംഗവേദിയിൽ പറയുകയുണ്ടായി. ഒടുവിൽ അദ്ദേഹം ആ കുട്ടി താനാണ് എന്ന് പറഞ്ഞപ്പോൾ ആണ് സദസ്സിന് മുഴുവനും അതൊരു കൗതുകമായിട്ട് തോന്നിയത്. നമുക്കും അതൊരു കൗതുകപരമായിട്ട് തോന്നാം. ഇത്തരം സംഭവങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ ഒരു അറബിക്കഥ പോലെ നമുക്ക് തോന്നാം. എന്നാൽ ദ ഹിന്ദു എന്നറിയപ്പെടുന്ന ദിനപത്രം ഈ 50ാം വാർഷികം റിപ്പോർട്ട് ചെയ്തതിൽ നിന്നാണ് ഞാൻ ഈ സംഭവം നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നല്ലൊരു വിശേഷമായി വീണ്ടും നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.